ഹേ ഗൈസ്, നമ്മുടെ ഇന്ന് കയ്യിലുള്ളത് വിവോയുടെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള Z1 Pro എന്നുള്ള മോഡലാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. സോ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വളരെ നല്ല സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ഫോണിനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ക്വാൽക്കമ്മിന്റെ ഏറ്റവും പുതിയ ഒരു ചിപ്പായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 712 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല 32 MP ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ 5000 mAh ബാറ്ററി ഉണ്ട് ഇതിന്. പിന്നെ ട്രിപ്പിൾ ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ AI ഉണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഫോണിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു 16,000 എന്ന് പറയുന്ന ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ഫോണാണിത്. നമ്മുടെ കയ്യിലുള്ളത് 4GB 64GB വേരിയന്റ് ആണുള്ളത്. സോ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ. സോ ഇത് തുറക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് കാണാം നോർമലുള്ള ഒരു കവറുണ്ട്. അത് ഓപ്പൺ ആക്കിയാൽ നമുക്ക് അറിയാം അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് കേസ് ആയിരിക്കില്ല മിക്കവാറും ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതാ പ്ലാസ്റ്റിക് കേസ് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ വാറണ്ടി ഇൻഫോർമേഷൻസ്, ബില്ല്, അത്തരം കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് തൽക്കാലം ആവശ്യമില്ല, അതൊക്കെ നീക്കി വയ്ക്കാം. സോ പ്ലാസ്റ്റിക് കേസ് ഉണ്ട്, നല്ല ടഫായിട്ടുള്ള കേസ് തന്നെയാണ്. അപ്പോൾ ക്വാളിറ്റിയുള്ള കേസ് തന്നെയാണ് അവർ അതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം അല്ലേ. സോ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഫോണിനെ പറ്റി നമ്മൾ പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിൽ എന്താണ് ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഓക്കെ, ഇതിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് കാണാം സിം ഇജക്ടർ ടൂള് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഓക്കെ, ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ പല ആളുകളും ചെയ്യാത്തൊരു കാര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ ഇയർഫോൺ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഇയർഫോൺസ് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമുക്കത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വിവോ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ യൂസ് ചെയ്തുള്ള ഫാസ്റ്റ് ചാർജർ എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്, 9 വോൾട്ട് ആൻഡ് 2 ആംപിയർ ആണ്. അതായത് 18 വാട്ട് ചാർജറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജറാണിത്. അപ്പോൾ എന്താ പറയാ, ഈ പ്രൈസ് റേഞ്ചിൽ 80 വാട്ട് ചാർജർ ബോക്സിന്റെ ഉള്ളിൽ കിട്ടുന്ന ഫോണുകളിൽ ഒരു ഫോൺ എന്ന് പറയുന്നത് വിവോയാണ്. സോ അത് നമുക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആണ് എമർജൻസി സിറ്റുവേഷനിലൊക്കെ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കേബിൾ ഉണ്ട്. ഇപ്പോൾ ക്വാളിറ്റി ഉള്ള കേബിളാണ്. നിങ്ങൾ ഈ ചാർജറിനൊപ്പം ഈ കേബിൾ തന്നെ യൂസ് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ടുള്ള ചാർജ് കിട്ടാൻ വേണ്ടിയിട്ട്, സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഓക്കെ, നമുക്ക് നീക്കി വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ നോക്കാം. അപ്പോൾ ഫോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് നോക്കിയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് എഴുതിയിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ എന്നുള്ളത് ഈ ഗൂഗിൾ അസിസ്റ്റന്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബട്ടണാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഫോൺ നോക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ഫിസിക്കലായിട്ടുള്ള ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺസ് കാണാം. അതിന് തൊട്ട് താഴെ തന്നെ പിന്നെ എന്തുണ്ട്, പവർ ബട്ടൺ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടണാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ സിം ട്രൈ ഉണ്ട്. നമുക്കത് ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ അതായത് ഓക്കെ, നമുക്ക് പറഞ്ഞ പോലെ 2 മൈക്രോ സിം ഇടാനുള്ളതും പിന്നെ ഒരു SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് എന്തായാലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പം മിക്കവാറും എല്ലാ ഫോണുകൾക്ക് ഇത് തന്നെയാണ് വരുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്കിനി ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിന്റെ ബാക്ക് സൈഡാണല്ലേ. അതിന് ഗ്രേഡിയന്റ് ആയിട്ടുള്ള ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ആണ്, പക്ഷെ കാണാൻ വളരെ വൈബ്രന്റ് ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത കാണാം, ട്രിപ്പിൾ ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ പിന്നെ ഇതിന്റെ ഓക്കെ, ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് കാണാം ഒരു മൈക്രോ USB ആണ്. സ്റ്റിൽ ടൈപ്പ് C ഇല്ല, വെറുതെ ആയിട്ടില്ല. ഇതിൽ നമുക്ക് മൈക്രോ USB ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 3.5 mm ജാക്ക് ഉണ്ട് ഹെഡ്ഫോണിന് വേണ്ടിയിട്ട്. പിന്നെ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഓക്കെ, ഞാനിനി എന്തായാലും ഇത് ബൂട്ട് ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു തരാം. സോ വിവോ Z1 Pro വരുന്നത് ക്വാൽക്കമ്മിന്റെ പുതിയ സ്നാപ്ഡ്രാഗൺ 712 എന്നുള്ള ചിപ്പിലാണ്. ഒക്ടോകോർ ചിപ്പാണത്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.53 ഫുൾ HD IPS ഡിസ്പ്ലേ ആണ്. ഇനി ഇത് 4 and 6GB റാമിൽ അവൈലബിൾ ആണ്. സ്റ്റോറേജ് എടുക്കുകയാണെങ്കിൽ 64 and 128GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. ഇനി ക്യാമറയുടെ കേസ് എടുക്കുകയാണെങ്കിൽ റിയർ ക്യാമറ എടുക്കുകയാണെങ്കിൽ 3 ക്യാമറ ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 60 MP ആണ്. രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 8 MP ആണ്. അതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നൊരു 2 MP ഉള്ള ഒരു ക്യാമറയാണ്. അത് ഡെപ്ത് ആൻഡ് ബോക്കെ എഫക്റ്റിന് വേണ്ടിയിട്ടുള്ള ക്യാമറയാണ്.
ഇനി ഫ്രണ്ട് ഫേസിങ് ക്യാമറ എടുക്കുകയാണെങ്കിൽ അതിൽ 32 MB ആണ് അതിൻ്റെ 32 ഇതിൻ്റെ മെഗാ പിക്സൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത അതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 mAh ആണ്, പ്ലസ് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫോൺ ബൂട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഫോൺ എന്ന് പറയുന്ന ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് അതിൽ കാണിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് ഫൺ ടച്ച് OS-ലാണ്. വിവോയുടെ ഫോണുകൾ യൂസ് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും അതേത് UI ആണെന്നുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് അബൌട്ട് ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം ഫൺ ടച്ച് OS ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് വർക്ക് ചെയ്യുന്നത് ആൻഡ്രോയിഡ് വെർഷൻ 9 പൈയിലാണ്. സോ ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ആണ് കിട്ടുന്നത്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പാച്ച് കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എടുത്തു പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ സ്മൂത്ത്നെസ് ആണ്. അതായത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ 712 എന്നുള്ള വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചിപ്പാണ്. അധികം ഫോണുകളിലൊന്നും ഈ പ്രോസസർ ഇപ്പോൾ വന്നിട്ടില്ല. ഇത് വിവോ ആണ് ഇപ്പോൾ ഒരു ഫോൺ എന്ന് പറയുന്നത് ഈ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ളത്. സോ വളരെ സ്മൂത്ത് ആണ്. ഇത് ലാഗ് ആവുന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്ര ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കിയാലും വളരെ സ്മൂത്ത് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഇത് നമുക്ക് കാണാം. ആ ഹോൾ ഉള്ള ആണ് ക്യാമറയുടെ ഹോളാണല്ലേ, പഞ്ച് ഹോളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്യാമറയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറ ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൽ എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് കുറേ അധികം സെറ്റിംഗ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. വൈഡ് ആംഗിൾ മോഡ് ഉണ്ട്, പിന്നെ കുറെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിനെ കുറച്ച് സാമ്പിൾ ഫോട്ടോസ് എടുത്ത് നോക്കാം അല്ലേ. അതങ്ങോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫോക്കസ് ആണ് വളരെ പെട്ടെന്ന് തന്നെ ഫോക്കസ് ആവുന്നത്. പ്രത്യേകിച്ച് ഷട്ടർ ലാഗ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ വൈഡ് ആംഗിൾ ആയിട്ടുള്ള ക്യാമറ ഉണ്ട് ഇതിൽ. വൈഡ് ആംഗിളിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് എടുക്കാം. ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിക്ചേഴ്സൊക്കെ വളരെ ക്ലാരിറ്റിയാണ്. അണ്ടർ നല്ല ലൈറ്റ് ഉള്ള കണ്ടീഷനിലാണെങ്കിൽ വളരെ ഗുഡ് ഇമേജസ് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. ഇനി നമ്മൾ അതിൽ ഫ്രണ്ട് ക്യാമറ എന്നുള്ള 32 മെഗാ പിക്സലാണ്. ഫ്രണ്ട് ക്യാമറയുടെ കുറച്ച് സാമ്പിൾസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാണിച്ചു തരാം. ഇനി ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ ആണ്. AI പവേർഡ് ആയിട്ടുള്ള ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ ഇതിൽ അതായത് നിങ്ങൾക്ക് വൈഡ് ആംഗിൾ ലെൻസിൽ കാണാം. അതിൽ നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറ എന്ന് പറയുന്നത് ശരിക്കും 16 MB ആണ്. അതിന് താഴെയുള്ള ഡെപ്ത് അടുത്ത സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 8 MB ആണ്. അതിന് തൊട്ട് താഴെയുള്ള വൈഡ് ആംഗിൾ 2 MB ആണ് അതിന്റെ മെഗാ പിക്സൽ എന്ന് പറയുന്നത്. സോ പിന്നെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറാണ്. അതിന് എത്ര ഫാസ്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അല്ലേ, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. ടച്ച് ചെയ്യുമ്പോഴേക്കും ഓപ്പൺ ആവുന്നുണ്ട്, പ്രത്യേകിച്ച് ലാഗ് ഒന്നും ഇല്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇനി ഞാൻ ക്യാമറയുടെ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്യുക അതിന് എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ക്യാമറയുടെ ക്വാളിറ്റി. സോ ക്യാമറാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അണ്ടർ ഗുഡ് ലൈറ്റിങ്ങിൽ നല്ല ഇമേജസ് ആണ് കിട്ടുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. ഇടയ്ക്കൊക്കെ ഒന്നൊരു ചെറിയ സാച്ചുറേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നല്ല എഡ്ജ് ഡിറ്റക്ഷൻ ആണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കിട്ടുന്നത്. ഈവൻ നമ്മളൊരു ലോ ലൈറ്റിലാണെങ്കിലും നമുക്ക് അതിനുള്ള ഇമേജിൻ്റെ ക്വാളിറ്റീസ് നമുക്ക് കാണാവുന്നതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ലോ ലൈറ്റിലും വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് ഇതിനെ കാണുന്നത് ഇതിൻ്റെ ഫോട്ടോസിൽ. സോ എല്ലാവർക്കും അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള അൺബോക്സിങ്ങും അതുപോലെ തന്നെ ടെക്നിക്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പറ്റുന്നവർ ജോയിൻ ചെയ്യുക. സോ ഇനി കാണുന്നവരെ